ജാതിക്കും മതത്തിനും അതീതമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വരവായി. ഓരോ ഓണവും പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ജീവിതത്തിൽ ധാരാളം പ്രതീക്ഷകളും വെളിച്ചവും നൽകുവാൻ ഈ ഓണത്തിന് കഴിയട്ടെ. പൂക്കളത്തിന്റെ നിറങ്ങൾ പോലെ ഈ ഓണാഘോഷത്തിൽ ജീവിതവും വർണ്ണാഭമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ 170ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായിട്ട് ശ്രീ ജോസഫ് ആലപ്പുഴയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലേ ചെന്നിണം, നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും, സ്നേഹലോലമായി തലോടാം താഴ്ന്ന കേന്ദുവിൽ വിലോലം, സ്നേഹലോലമായി തലോടാം കാഴ്ന്ന കേന്ദുവിൽ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടേണമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. ജോസഫേട്ട വളരെ നന്ദി. ഒത്തിരി നന്നായിട്ട് പ്രാർത്ഥന ഗാനം ആലപിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്ത സ്വാഗതം ആശംസിക്കാനായി ശ്രീ ധനീഷ് ഇരിഞ്ഞാലക്കുടയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ധനീഷ്. നമസ്തേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓണാശംസ പറയുന്നു. 170ാമത് നമ്മുടെ സ്നേഹസംഗമം ദർശന ഗ്ലാസ് ഫുട്ബോളിന് വേണ്ടി സ്വാഗതം എന്ന നിർവഹിക്കുകയാണ് എന്റെ സ്വപ്നം. അതില് നമ്മുടെ ദർശന ക്ലബിന്റെ ഡയറക്ടർ ആയ നമ്മുടെ ഫാദർ സോളമൻ അച്ഛന് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിവിടെ നമ്മുടെ ത്യാഗോ സേട്ടനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമുക്ക് വേണ്ടി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ കരുണാ സിസ്റ്ററെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഗ്ലാസ് ഫുട്ബോളിന്റെ മീറ്റിംഗിന് വേണ്ടി നമുക്ക് വിളിച്ച അവസരത്തിൽ വരാമെന്ന് വെച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ പറ്റുന്ന സ്വാമി നരസിംഹ രണ്ടാമത മഠാധിപതി കോഴിക്കോട് സ്വാമിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം. പിന്നെ ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായി വന്നിട്ടുള്ള സുജീദിൻ MP നമ്മുടെ മെന്റർ കൗൺസിലർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ
അദ്ദേഹത്തെയും ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ മേഖലകളിൽ ഒത്തിരി കാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീമതി കമർനിഫ കാടാമ്പുഴ മേഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അവതാരികയായി വന്നിട്ടുള്ള സിമിൽ സെബാസ്റ്റ്യൻ, കുമാരി സിമിൽ സെബാസ്റ്റ്യനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ നമ്മുടെ ദർശന സൊസൈറ്റി ക്ലബിലെയും എല്ലാ കായിക താരങ്ങളെയും സൊസൈറ്റിയിലുള്ള എല്ലാ അമ്മമാരും സഹോദരി സഹോദരന്മാരെയും ഞാൻ എൻ്റെ പേരിലും അതോടൊപ്പം ഞങ്ങളുടെ ഗ്ലാസ് ഫുട്ബോളിന്റെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടും ഈ മീറ്റിംഗ് നമുക്ക് തുടങ്ങാം. അനീഷ്, ഒത്തിരി നന്ദി. വളരെ നന്നായിട്ട് എല്ലാവരെയും സ്വാഗതം ആശംസിച്ചതിന് ഒത്തിരി നന്ദി. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന ഡാർഫ് ഫുട്ബോൾ ഗ്രൂപ്പാണ്. അടുത്തത് നമുക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സിസ്റ്റർ കരുണയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്ററെ. ഓക്കെ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും. ഇന്ന് ജോസേട്ടന് ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പൊ ജോസേട്ടൻ ചോദിച്ചു, സിസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ പേരില് ഞാൻ ഇന്നത്തെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ജോസേട്ടന് പകരമായിട്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. എന്നിട്ട് റിപ്പോർട്ടിലേക്ക് കിടക്കട്ടെ. ഓണാശംസകൾ. പ്രിയരെ, 7/9/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന 169ാമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹ സംഗമം നടത്തിയത് അവർ ലേഡി ഓഫ് സോറോസ്. അവതരണം ശ്രീമതി ലിസി ആന്റണി. പ്രാർത്ഥന ശ്രീമതി മറിയാമ്മ ജോസഫ്. സ്വാഗതം ശ്രീമതി ജാൻസി വർഗീസ്. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. ഇന്നത്തെ നീന്തൽ മത്സരത്തിൽ 15 പേര് പങ്കെടുത്തു. മത്സരം അവസാനിച്ചു. എല്ലാവർക്കും സമ്മാനം കൊടുത്തു. ഇന്ന് ഓണാഘോഷം നടക്കുന്നു. ഗവേണിംഗ് ബോഡി മീറ്റിംഗ് നടക്കുന്നു. തിരി കാറ്റു വരുമ്പോൾ കെട്ടുപോകുന്നു. കാട്ടുതീ കാറ്റു വരുമ്പോൾ ആളിക്കത്തുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതാണ് വേണ്ടത്. പല രീതിയിലും ഒറ്റക്കെട്ടായി നടത്തുന്ന കൂട്ടായ്മയാണ് ദർശന. അമ്മച്ചിമാരെയും ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് തീ ആളിക്കത്തുകയും ചെയ്യുന്നു. എല്ലാവരും സഹകരണത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തിരക്കുകൾ നിമിത്തം ഉദ്ഘാടകന് എത്താൻ സാധിച്ചില്ല. മുഖ്യ അതിഥിയായി വന്നത് സിനിമാ നടൻ ശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവർകളായിരുന്നു. ഞാൻ ഒരു യാത്രയിലാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും നിങ്ങളെ കാണാനും സാധിച്ചതിന് നന്ദി പറയുന്നതോടൊപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു. മനോഹരമായ ഗാനാലാപനം നടത്തിയത് ലീന MJ നാട്ടിക, ജോസ് ആലപ്പുഴ, മറിയാമ്മ ജോസഫ്. അവർക്ക് അഭിനന്ദനങ്ങൾ. ആശംസ പറയാനെത്തിയത് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ ശ്രീമതി ബിനിന്ദ തോമസ് മേഡമായിരുന്നു. ദർശന ക്ലബിന്റെ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. മുടങ്ങാതെ സ്നേഹ സംഗമം നടത്തുന്നതിന് അഭിനന്ദനങ്ങൾ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവരാണ് ഭിന്നശേഷിക്കാർ. ഇതുപോലെ ഇനിയും നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ നമ്മുടെ ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീമതി കമറുന്നിസ കാടാമ്പുഴ മാഡമാണ്. മാഡം മോട്ടിവേഷണൽ ട്രെയിനർ, ഇംഗ്ലീഷ് ട്രെയിനർ, കൗൺസിലർ, മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തക ആയിട്ട് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കമറുന്നിസ മാഡം. നമസ്കാരം, ഞാൻ കമറുന്നിസ. ഞാനൊരു യാത്രയിലാണ്. അതിനിടയിലാണ് ഒരു സമയമെടുത്തിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്. നമുക്ക് നെറ്റ് സൗകര്യം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോ അത്യാവശ്യം അതിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ഏതായാലും ദർശന സർവീസ് സൊസൈറ്റിയും ദർശന ക്ലബും കൂടി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതല്ലേ. ഇതിന്റെ എന്താ പറയാ, ഡയറക്ടർ ഫാദർ സോളമൻ അച്ഛനാണ് കേട്ടിട്ടുള്ളത്. ഏറെക്കുറെ
കേട്ടറിവുകൾ മാത്രമാണ് എനിക്കുള്ളത്. അപ്പോ ഒരുപാട് ഡിഫറെന്റ് ഏബിൾഡായ ആളുകൾ അങ്ങനെ തന്നെ പറയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാലോ, ഹലൻ കെല്ലർ, ലൂയി ബ്രെയില്, അത്തരത്തിലുള്ള അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് ഒത്തിരി ആളുകള് ലോകത്തിന് തന്നെ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾക്കുടമയായ ആളുകള് നമ്മള് കണ്ടിട്ടുള്ളതാണ്. ഈ എന്താ പറയാ, അത്തരത്തിലുള്ള ഒരു സമയത്ത് ഡിഫറൻറ്റ്ലി വ്യത്യസ്തമായ എന്താ പറയാ കഴിവുകൾ ഉള്ളവരെ എന്ന് വിശ്വസിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ്. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പുറത്താണ്. എനിക്ക് മാറിയിരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ അല്ല. എനിക്ക് അല്ലാതെ പരിചിതമായ ഒരു സ്ഥലത്തല്ല ഞാനുള്ളത്. അതുകൊണ്ട് ശബ്ദങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് വരുന്ന ഒരു വീട്, അപ്പൊ അതൊക്കെ ഒന്ന് മറ്റൊരു സ്ഥലം എനിക്കിപ്പോ കണ്ടെത്തുന്ന പറഞ്ഞാൽ ഈ ഒരു സമയപരിധിക്കുള്ളിൽ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. പലർക്കും ഇപ്പൊ എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. എന്റെ കൂട്ടുകാരിൽ ഞാൻ ആത്മമിത്രങ്ങളായി കാണുന്നവര് അതിനകത്ത് പാർഷ്യലി ബ്ലൈൻഡായ ആളുകളുണ്ട്, ടോട്ടലി ബ്ലൈൻഡായ ആളുകളുണ്ട്. അതുപോലെ തന്നെ വീൽചെയറിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ കഴിവുകൾ എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് പലപ്പോഴും മാറിയിട്ടുണ്ട്. എന്താ പറയാ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളെ ആവുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറെ ബഹുമാനിക്കാറുണ്ട്. അപ്പോ എനിക്ക് പറഞ്ഞു തരുന്നത്, ഈ അടുത്ത് 2 ദിവസം മുന്നേ എന്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു. ആക്ച്വലി ആ കുട്ടിയുടെ പാരന്റ്സും അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു. ഞാൻ കാര്യങ്ങള് പിന്നെ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അവരെ പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എങ്ങനെയാണ് അതിനെ എന്താ പറയാ മാറ്റുക, എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്റെ മരണത്തോടെ ഉണ്ടാവും എന്നുള്ള തരത്തിലൊക്കെ വല്ലാതെ വിഷമിച്ച് സംസാരിക്കുന്ന ഒരു പാരന്റിനെ എനിക്ക് അവിടെ കാണാൻ പറ്റി. അപ്പോ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലം തന്നെ ആയിരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് തലത്തിലേക്ക് അവരെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പാരന്റ് ആണ് ഏതൊരു കുട്ടിക്കും മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. നമുക്കറിയാം, അല്ലെങ്കിൽ ചരിത്രം എടുത്ത് പരിശോധിച്ച ഒരാൾക്കാണെങ്കിൽ അമ്മയിൽ നിന്നാണ് പ്രചോദനം നൽകി, അമ്മയാണ് ആദ്യം തന്നെ അതിനുള്ള തുടക്കം കുറിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ ഇത്രത്തോളം ലോകപ്രശസ്തമാക്കുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും അറിയാതെ, ഈ ഇത്തരത്തിലൊന്നും അറിയാതെ എന്റെ കുട്ടിയിലൊരു വൈകല്യമുണ്ട് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടുവരുന്ന ഒരമ്മ, അമ്മയെ ഇത്തരത്തിലുള്ള കഥകള് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആദ്യം ആ കുട്ടിയുടെ കഴിവുകൾ കാണുന്ന തരത്തിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് ഏറെക്കുറെ അവരെ എന്റെ സംസാരം കൊണ്ട് കഴിഞ്ഞു എന്നതിലും ഒരു ചരിതാർത്ഥത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തായ ഡാനിഷ് ഇതിനെ കുറിച്ച് നിങ്ങളെങ്ങനെ ഒരു ദർശന ക്ലബുണ്ട്, ഞങ്ങൾ ഇതിലെല്ലാ ശനിയാഴ്ചയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, വിശിഷ്ട അതിഥികൾ വരാറുണ്ട് എന്നൊക്കെ പറയാറ്. അപ്പൊ ഞാനും ആദ്യം ഞാനൊരു സോഷ്യൽ വർക്കർ കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എനിക്ക് ഇതിനകത്ത് വരാൻ പറ്റുമോന്നൊന്നും അറിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതോടൊപ്പം ഇന്നലെയും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഒരു പ്രോഗ്രാം എത്രത്തോളം ഭംഗിയായി ഏറ്റെടുത്ത് അത് ചെയ്യുമ്പോൾ അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തിയായി തന്നെ എന്നെ ഇന്നലെയും കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു, മാഡം എന്താണ് അവസ്ഥ, പരിപാടിയിൽ പങ്കെടുക്കാൻ ആണെങ്കിൽ തീർച്ചയായും ഞാൻ പങ്കെടുക്കാം എന്നുള്ള തരത്തിൽ സംസാരിക്കും. എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങളോട് സംവദിക്കാനും നിങ്ങളിൽ ഒരാളായിട്ട് മാറാനും ഭാഗ്യമുണ്ടായെന്ന് തന്നെ ഞാൻ പറയുന്നത്. വിശിഷ്ടാതിഥി എന്ന ഒരു തരത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എന്റെ സഹോദരന്മാരാണ് നിങ്ങളെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വരുമ്പോ അവിടെ ഒരു വലിയ മുഖ്യ പ്രഭാഷണത്തിന്റെ അതിന്റെ ഒന്നും കാര്യമില്ല. ഒരു സൗഹൃദ സംഭാഷണമാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും എന്നിൽ നിന്നുള്ള ഒരു അകലം കുറയും.
അതാണ് എപ്പോഴും നല്ലത്. ആരും സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു വിശിഷ്ടാതിഥി എന്ന സ്ഥാനം കൊടുക്കും. ഞാൻ റൂമിലാണ് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. വിശിഷ്ടാതിഥി എന്നുള്ള സ്ഥാനം കൊടുക്കും, പക്ഷെ അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പറയാ, അതിന്റെ ഇടയിൽ എന്താ പറയാ, ഞാൻ നിങ്ങളിൽ ഒരാള് തന്നെയാണ്. നിങ്ങളുടെ സഹോദരിയായി എന്നെ കാണാം, കൂട്ടുകാരിയായി കാണാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് സംവദിക്കാം. ഏതായാലും ഇനി മുന്നോട്ടുള്ള ചൈത്രയാത്രയിലും നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സത്യത്തില് എന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാൻ നിൽക്കുന്നത്, നിങ്ങളെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്കുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്ന ഏരിയയിലുള്ള ആളുകൾ എനിക്ക് നിങ്ങളെ കാണിക്കാനും പറ്റുന്നു. ഇവിടുന്ന് മാറിയിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലും അല്ല ഞാനിപ്പോ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരുപാട് മറ്റ് ഒരു പ്രോഗ്രാമില് നമുക്ക് ഗംഭീരമായിട്ട് ഇതിലും ഭംഗിയായിട്ട് സംസാരിക്കാൻ ഞാൻ ഫ്രീ ആവുന്ന ഒരു ദിവസം തന്നെ തിരഞ്ഞെടുക്കാമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്താണ് നിർത്തുന്നു. എല്ലാ എന്റെ സഹോദരന്മാർക്കും നമ്മുടെ ആശംസ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ വിനു തൃക്കാക്കരയാണ്. സാറ് ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മപ്പെടുന്ന മലയാള സിനിമാ താരമാണ്. അദ്ദേഹത്തിന്റെ ചുരുക്കം ചില സിനിമകൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മൈ നെയിം ഈസ് അഴകൻ, ഗാനഗന്ധർവൻ, 2, ഒരു യമന്റെ പ്രേമകഥ എന്നീ സിനിമകള് അഭിനയിച്ചിരിക്കുന്ന ശ്രീ ബിനു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബിനു സാറേ, നമസ്കാരം. ഓക്കെ സാറേ, കേൾക്കാല്ലേ? അപ്പോ സംസാരിക്കാമോ? ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന്. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ഓണാശംസ സാറിന് നേരുന്നു. ഓക്കെ. താങ്ക് യു. അപ്പൊ എന്നെ എല്ലാവർക്കും പരിചയം കാണൂല. ഞാൻ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. അറിയാം. എന്നാലും എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാന് ഇപ്പൊ നമ്മള് ട്രോളുകളിലൊക്കെ വരുന്ന അപമാനിച്ച് കഴിഞ്ഞ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു മാർഗം കളിയിലെ ഒരു ഡയലോഗ് ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് ഞാനാണ്. അതുകൂടാതെ ഒരു യമണ്ടം പ്രേമകഥ എന്ന സിനിമയില് ദുൽഖറിന്റെ സിനിമയില് ഞാനും ധർമ്മൻ ചേട്ടനും ഒരു പണിക്കും പോവാത്ത 2 കീഴാളുകൾ എന്നും പറഞ്ഞ് ഇരിക്കുന്ന ആളിന് ധർമ്മൻ ചേട്ടന്റെ കൂടെ ഇരിക്കുന്ന ആള് ഞാനാണ്. പിന്നെ ഈ അടുത്ത് ഒരു 2 വർഷം മുമ്പ് ഞാൻ നായകനായിട്ട് ഞാൻ തന്നെ തിരക്കഥ എഴുതി നായകനായിട്ട് അഭിനയിച്ച മൈ നെയിം ഈസ് അഴകൻ എന്നൊരു സിനിമ ഇപ്പോ C5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലുണ്ട്. കാണാത്തവര് പോയി കാണണം. അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം. ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. നീ എന്താ പറയുക? ആശംസ പറയാനാണ് സാറിന്റെ ഇന്നത്തെ കർത്തവ്യം. അതെ. സാറായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ. ഈ സമയം നമുക്ക് എന്തെങ്കിലും കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കാം സാറായിട്ട് ഈ സമയം. എന്തെങ്കിലും ചോദിച്ചാല് ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. ഞാനിങ്ങനെ എന്താ പറയാ, ഞാനും ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളുകള്. അവരുടെ കൂടെ മറ്റേ കട്ടപ്പനയില് ഹൃതിക് റോഷൻ എന്ന സിനിമ ആണ് ഞാൻ തുടങ്ങിയത്. അതിനകത്താണ് ഞാൻ എഴുതാനായിട്ട് അവരുടെ കൂടെ തുടങ്ങിയത്. അവരുടെ കൂടെ എഴുതാൻ വേണ്ടി ഇരുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ യമണ്ടം പ്രേമകഥ, ബോംബ് കഥ, അങ്ങനെ കുറെ സിനിമകൾ അവരുടെ കൂടെ വർക്ക് ചെയ്തു. പിന്നീടാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തിരക്കഥ എഴുതിയത് മൈ നെയിം ഈസ് അഴകൻ എന്ന സിനിമയില്. ഇപ്പൊ ഞാൻ തന്നെ വേറൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മീറ്റിങ്ങിന് ഇങ്ങനെ കയറാൻ വേണ്ടി വിഷ്ണു വിളിച്ചിട്ടാണ്. വിഷ്ണുവാണ് എന്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വിഷ്ണു ജോയിൻ ചെയ്തിട്ടായി. അപ്പൊ അവനാണ് എന്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞത്. അവനെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്നൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ പിന്നെ ഇങ്ങനെ സൂം മീറ്റിങ്ങിൽ അധികം പങ്കെടുക്കാത്തതുകൊണ്ട് ഇതിന്റെ അകത്തുള്ള നിയമവശങ്ങളോ അതിന്റെ പരിപാടികളോ എനിക്ക് അറിയില്ല. അപ്പൊ എന്തെങ്കിലും
അപ്പൊ എന്തെങ്കിലും വേറെ കാര്യങ്ങളോട് ചോദിക്കാൻ ഉണ്ടെങ്കിൽ സാറിന്റെ അടുത്ത പുതു പടം ഏതാണ്? അപ്പൊ ഞങ്ങള് ഇപ്പൊ പിന്നെ വേറെന്താണ്? ഓക്കെ സാറേ, ഒത്തിരി നന്ദി. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ സ്നേഹസംഗമത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ജിതിൻ MP സാറാണ്. സാറ് മെന്റർ, കൗൺസിലർ, പ്രിവന്റീവ് ഓഫീസർ, വിമുക്ത കോർഡിനേറ്റർ, എക്സൈസ് ഓഫീസർ ഇരിഞ്ഞാലക്കുട ആണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാ. ഓക്കെ സാറേ. ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ദർശന ക്ലബിനോട് ആദ്യമേ തന്നെ നന്ദി പറയും. ഞാൻ ഒരു ഡി അഡിക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഈ സമയങ്ങൾ കുറച്ച് തിരക്കാം. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിലാക്സ്ഡ് ആവുന്ന സമയം ഇതാണ്. ഈ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പലരും ഈ മദ്യപാനം നിർത്തിയവരും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ തുടങ്ങുന്ന സമയം ഇതാണ്. കുറച്ച് കിളികളൊക്കെ കൂടുതൽ വരുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണാറുണ്ട്. ധനേഷ് എന്റെ സുഹൃത്താണ്. അപ്പൊ ധനേഷിനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ വലിയൊരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരു പലതിനെയും മറികടന്നുകൊണ്ടാണ് നിങ്ങൾ പല നേട്ടങ്ങളും നേടിയെടുക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. സോളമൻ അച്ഛൻ ഒക്കെ വലിയ സപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക്. വലിയൊരു ടീം തന്നെ നിങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. വലിയൊരു ടീമാണ് നിങ്ങൾ. അതിന്റെ ഒരു ഗുണങ്ങൾ നിങ്ങളുടെ ഒരു ആ ഒരു കൂട്ടായ്മയിൽ കാണുന്നുണ്ട്. കാരണം ഒരു ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാക്കിയെടുക്കുക ശരിക്കും അത് വലിയൊരു കാര്യമാണ് തോന്നുക. കാരണം വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു വളരെയധികം ഒരു സന്തോഷം തരുന്നൊരു അതല്ലാതെ ഒരു വിജയത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്ക് വരുത്താനായിട്ട് സോളമൻ അച്ഛന്റെ പ്രവർത്തനങ്ങളൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണുന്നത്. അപ്പോ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ എന്റെ ഭാഗത്ത് നിന്നും എല്ലാവിധ സഹായങ്ങളും ദർശന സൊസൈറ്റിക്ക് ഉണ്ടാവും, ദർശന ക്ലബിനുണ്ടാവും. ഞാനത് ധനേഷിനോട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഒത്തിരി നന്ദി സാറേ. തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കും. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ സ്വാമി നരസിംഹാനന്ദ മഠാധിപതി സ്വാമി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്വാമിയെ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. സ്വാമി, ഞാനൊന്ന് യാത്രയിലായിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. നല്ല പരിപാടി, കുറച്ച് ഇതിൽ ചേരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഓണ ആശംസകൾ. തിരുവോണം എന്ന് പറയുമ്പോൾ അതിന്റെ ചരിത്രം മിക്കവാറും എല്ലാവർക്കും അതിന്റെ ഐതിഹ്യം അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഭക്തന്റെ ഒരു രാജാവിന്റെ ഭക്തനും രാജാവും പ്രജയിനെ നല്ലോണം സംരക്ഷിക്കുന്ന രാജാവിന്റെ ഐതിഹ്യമാണത്. നമുക്കെല്ലാവർക്കും അറിയാം. മാവേലി എന്ന് അറിയപ്പെടുന്ന രാജാ മഹാബലിയുടെ ചരിത്രവുമാണ് ഓണത്തിന്റെ ചരിത്രം. അപ്പോൾ ഈ രാജ നല്ലവണ്ണം രാജാവിന്റെ ഭരണം ഉണ്ടായി എന്ന് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞ രാജാവിന്റെ കുറ്റമെന്നും പറയാം. അപ്പോൾ ചെറുതായി ഒരു അഹങ്കാരം അല്ലെങ്കിൽ തന്റെ നല്ല ഭരണത്തിനെ കുറിച്ചുള്ള അഭിമാനം, ആ ഒരു ചെറിയ തെറ്റ് മാത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ രാജാ മഹാബലിനെ കുറിച്ച്, മാവേലിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. എങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം, വാമന അവതാരം, ഭക്തന്റെ മനസ്സിലുള്ള ആ ചെറിയ അഹങ്കാരത്തിനെ പോലും നശിപ്പിക്കാൻ വന്ന അവതാരമായിരുന്നു. അതിൽ വേറെ ഒരു പ്രശ്നം
ആ പുരാണ കഥയിൽ നമ്മൾ കാണുന്നത് രാജാവിന്റെ ഗുരു, അതായത് അസുരന്മാരുടെ ഗുരുവായ, ദേവന്മാരുടെ ഗുരുവിന്റെ പേര് ബൃഹസ്പതി, അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യൻ. അപ്പൊ ഗുരു നിരസിക്കുമ്പോഴും നിരോധിക്കുമ്പോഴും അതിനെ ഗൗരവമായി കാണാതെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ് ഓണത്തിന്റെ ചരിത്രം. അപ്പൊ ഈ ചരിത്രം നമുക്ക് പ്രധാനമായിട്ട് ആധികാരികതയോട് കിട്ടുന്നത് മഹാഭാഗവത പുരാണത്തിലാണ്. പിന്നെ പല ഐതിഹ്യങ്ങളുമുണ്ട്. അപ്പൊ ഈ ചരിത്രത്തിന്റെ ഒരു നല്ല പാഠം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ രാജാ മഹാബലിന്റെ പാരമ്പര്യത്തിൽ വന്ന വേറെ ഒരു ഭക്തനാണ് ഭക്ത പ്രഹ്ലാദൻ. അതായത് ഭക്തിയുടെ നിർവചനം എന്ന് തന്നെ പറയാം. ആ നിർവചനം ആയ ഭക്ത പ്രഹ്ലാദൻ, ആ ഭക്ത പ്രഹ്ലാദൻ ജനിച്ചത് രാജാ മഹാബലിയുടെ പാരമ്പര്യത്തിലാണ്. അപ്പോ അതുകൊണ്ട് അസുരൻ എന്നുള്ള ജന്മം കൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മുടെ മനസ്സിൽ പല ആസുരിക സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ആ ആസുരി സംസ്കാരങ്ങളിനെയൊക്കെ മറികടന്ന് നമുക്ക് നമ്മളിലുള്ള ദൈവിക സംസ്കാരങ്ങൾ, അല്ലെ ദിവ്യമായ സംസ്കാരങ്ങളെ ഉണർത്താൻ കഴിയും. അതാണ് നമുക്ക് തിരുവോണം പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഒരു വ്യക്തി ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ ആശയം അവനവന്റെ ദൗത്യം നല്ലവണ്ണം നിർവഹിക്കണം എന്നുള്ളതാണ്. അതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മ ഭയാവഹ. അതായത് അവനവന്റെ കർത്തവ്യം അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കുന്നതിൽ മരിച്ചാലും കൊള്ളാം, പക്ഷെ മറ്റുള്ള ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കാൻ, അതായത് നമ്മുടെ കർത്തവ്യത്തിനെ അവഗണിച്ച് മറ്റുള്ള ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രാജാവിന്റെ മാതൃകയായിരുന്ന മാവേലി തന്റെ പ്രജയെ കാണാൻ, അതാണ് രാജാ മഹാബലി ഭഗവാൻ വിഷ്ണു, മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമന അവതാരത്തിന്റെ അടുത്ത് അഭ്യർത്ഥിച്ച് കിട്ടിയ ഒരു വരം അതാണ്. അതായത് ഓരോ വർഷവും തിരുവോണത്തിൽ തന്റെ പ്രജയെ കാണാൻ വരാൻ അനുവദിക്കണം എന്നുള്ളത്. അപ്പോ അത് ആ അഭ്യർത്ഥന, ഇങ്ങനെ വരണം എന്നുള്ള അഭ്യർത്ഥന തന്നെ, അത് അഭ്യർത്ഥന തന്നെ മഹാബലി രാജാവിന്റെ പ്രജയെ കണ്ട് പ്രജയുടെ സംരക്ഷണം ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭ്യർത്ഥന ഉണ്ടാവുന്നത്. അപ്പോ ഈ ഇത് ശരിക്കും നമുക്ക് നമ്മുടെ സനാതനധർമ്മത്തിന്റെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ, സനാതനധർമ്മ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടുന്ന മാതൃക രാജാന്മാരില് എടുത്തു പറയേണ്ട രണ്ട് രാജാക്കന്മാരാണ് ഉള്ളത്. ഒന്ന് ജനക മഹാരാജാവിനെ രാജഋഷി എന്നും നമ്മള് വിശേഷിപ്പിക്കും. അപ്പോ രാജഋഷി എന്ന് വെച്ചാൽ അദ്വൈത ജ്ഞാനത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ജനക മഹാരാജാവ് രാജ്യഭരണം നടത്തി എന്നുള്ളതാണ്. അപ്പോ അത് അതേപോലെ രാജാ മഹാബലി തന്റെ പരമ്പര, പൊതുവെ ഈ അസുരന്മാരെന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ സ്വാഭാവികമായി സ്വതവേ അവർക്ക് ദുർഗുണങ്ങൾ ഉള്ളതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നു ഇത് രൂപകങ്ങളാണ്, ആസുരിക ദൈവാസുര സമ്പദ് വിഭാഗ യോഗ. നമ്മിൽ തന്നെ ദൈവിക ഗുണങ്ങളുമുണ്ട്, ആസുരി ഗുണങ്ങളുമുണ്ട്. അതിനെ തിരിച്ചു പറയുന്നതാണ് ആ അധ്യായം. അപ്പോ ഈ
നമ്മിലുള്ള ആസുരി ഗുണങ്ങൾ, ചീത്ത ഗുണങ്ങൾ, തിന്മ, നമ്മിലുള്ള നന്മയും തിന്മയും, അതിന്റെ ഒരു എപ്പോഴും അതിന്റെ ഒരു യുദ്ധമാണല്ലോ ജീവിതം. അപ്പോ ഈ തിന്മ, ആ തിന്മയെ മറികടന്ന് അതിനെ ജയിച്ച് അതിലുള്ള നന്മയിനെ മാത്രം പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിതമാണ് മഹാബലിയുടെ ജീവിതം. അപ്പൊ അത് സാധ്യമാണ്. ഒരു ഘട്ടത്തിൽ മഹാബലി മനസ്സിലാക്കുന്നു, ഈ വന്നിരിക്കുന്നത് സാധാരണ ഒരു ബ്രാഹ്മണനല്ല, വലിയ ഒരു വ്യക്തിയാണ്. കാരണം മഹാബലി വലിയ ഭക്തനായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുന്നു, എന്റെ ജീവിതം ഈ വ്യക്തി കൊണ്ട് കാരണം അപകടത്തിലാകും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ മഹാബലി കൊടുത്ത വാക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരു അവിടെ ഈ ദാനം കൊടുക്കാൻ തടസ്സം ഉണ്ടാക്കുമ്പോഴും ഗുരുവിനെ കാര്യമാക്കാതെ, കാരണം വാക്ക് കൊടുത്തല്ലോ, അപ്പൊ വാക്ക് കൊടുത്തത് തെറ്റാൻ പാടില്ല എന്ന്. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു മാതൃക നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചു മുമ്പാണ് കർക്കിടക മാസം അവസാനിച്ചത്, രാമായണ മാസം. ആ മാസത്തിൽ രാമായണം എഴുത്തച്ഛൻ എഴുതിയ കിഴിപ്പാട്ട് രാമായണം നാം പാരായണം ചെയ്യുന്നു. അപ്പൊ രാമായണത്തിൽ അച്ഛൻ കൊടുത്ത വാക്ക് തെറ്റാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ട് ശ്രീരാമൻ, മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ, അച്ഛൻ പറയുന്ന പോലെ തന്നെ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ശരിക്കും സത്യം വിവേകാനന്ദ സ്വാമികൾ പറയും, സമൂഹത്തിന് സത്യം ഒരിക്കലും സമൂഹത്തിന് കീഴടങ്ങില്ല, എല്ലാം തന്നെ സത്യത്തിന് കീഴടങ്ങണം എന്ന്. അതായത് ഒരിക്കലും നാം സത്യത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നിരസിക്കാൻ പറ്റില്ല. പക്ഷെ സത്യത്തിന് വേണ്ടി എല്ലാറ്റിനെയും നമുക്ക് നിരസിക്കേണ്ടി വരും എന്ന്. അപ്പോ സത്യത്തിനെ സംരക്ഷിക്കുന്നതും സത്യ വഴിയിൽ പുരോഗമിക്കുന്നതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് ഈ വ്യക്തിത്വങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അപ്പൊ ഇന്നത്തെ 2024 നാം ജീവിക്കുന്ന ഈ ഒരു ലോകത്തിന്റെ സാഹചര്യം കണ്ടാൽ എല്ലാ സ്ഥലത്തും എല്ലാവരും ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ തമ്മിലും പകതിരിവ് ഉണ്ടാക്കേണ്ടത് എന്നാണ്. എങ്ങനെയാണ് അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ട് ആ വ്യത്യാസത്തിന്റെ പേരിൽ, അത് വിദ്യാഭ്യാസത്തിന് കൊണ്ട് ആവാം, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കൊണ്ടാവാം, അല്ലെങ്കിൽ മതം കൊണ്ടാവാം, തത്വശാസ്ത്രപരമായ വ്യത്യാസമാവാം, അല്ലെങ്കിൽ തൊലിക്കട്ടീന്റെ വ്യത്യാസമാകാം, വെളുത്തവൻ കറുത്തവൻ എന്നൊക്കെ. അങ്ങനെ പല കാരണങ്ങൾ കാരണം മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എങ്ങനെയാണെന്നും മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വിദ്വേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ഈ വിദ്വേഷം, ഈ ഘൃണ, ഈ വെറുപ്പ്, അതിനെ എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും പല ആശയങ്ങളും പല കാഴ്ചപ്പാടുകളും കൂടിക്കൊണ്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ മഹാബലിയുടെ ഈ ഐതിഹ്യം അല്ലെങ്കിൽ ഈ കഥ, ഈ ഗാഥ, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീ രാമചന്ദ്രന്റെ കഥ രാമായണം, ഈ കഥകളൊക്കെ നമുക്ക് തരുന്ന പ്രേരണ, നമുക്ക് തരുന്ന പാഠം എന്താണ്? സത്യത്തിനെ മാത്രം കൊണ്ടു നിൽക്കുക. നാം എന്താണോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ പഠിപ്പിക്കണം എന്ന് സ്വീകരിക്കുന്നു. അപ്പൊ അവര് നല്ലവണ്ണം പഠിപ്പിക്കണം. ഒരു വൈദ്യൻ, ഡോക്ടർ, ഞാൻ ചികിത്സിക്കും എന്ന് സ്വീകരിക്കുന്നു. അതാണ് സ്വധർമ്മം. സ്വധർമ്മം എന്ന് വെച്ചാൽ ആരോ നമ്മുടെ തലയില് ഏൽപ്പിക്കുന്നതല്ല, അടിച്ചേൽപ്പിക്കുന്നതല്ല സ്വധർമ്മം. അതായത് നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം, അത് നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, അതാണ് സ്വധർമ്മം. അപ്പൊ ആ സ്വധർമ്മം നല്ലവണ്ണം നിർവഹിക്കണം. നിർവഹിക്കുന്നതിന് നാം ഒരു വകതിരിവും കാണാൻ പാടില്ല, വ്യത്യാസങ്ങള്, ഭേദങ്ങള് കാണാൻ പാടില്ല. എല്ലാവരെയും സമാനമായി സമമായി കണ്ടുകൊണ്ട് തന്നെ ഈ സ്വധർമ്മം നിർവഹിക്കണം. അങ്ങനെ ചെയ്താൽ രാജ്യം നന്നാവും, നമ്മുടെ നാട് നന്നാവും, സംസ്ഥാനം നന്നാവും, അതുപോലെ തന്നെ ഈ ലോകം തന്നെ നന്നാവും. അപ്പോ ഈ ഒരു ആശയമാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം ഒരിക്കലും നാം ഭക്ത പ്രഹ്ലാദന്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന എന്താന്ന് വെച്ചാല് ഈ ഭക്ത പ്രഹ്ലാദൻ ജനിച്ചത് ഒരു അസുര കുടുംബത്തിലാണ്. അതുപോലെ തന്നെ ഭക്ത പ്രഹ്ലാദൻ ജനിച്ചത് രാജാ മഹാബലിന്റെ പാരമ്പര്യത്തിലാണ്. അപ്പൊ ആ പാരമ്പര്യത്തിൽ അസുരൻ എന്ന് ധിക്കരിക്കപ്പെടുന്ന, അസുരന്മാർക്ക് ദുർഗുണങ്ങളെ ഉള്ളൂ എന്ന് സാധാരണമായിട്ട് നമ്മൾ കരുതുന്ന ആ പാരമ്പര്യത്തിൽ ഭക്തിനെ തന്നെ നിർവചനമായി, ഭക്തിന്റെ തന്നെ ഉത്കൃഷ്ട മാതൃകയായി ജനിച്ചിരിക്കുന്നു പ്രഹ്ലാദൻ.
അപ്പൊ ഭക്തി എന്താണെന്ന് പറഞ്ഞാൽ പ്രഹ്ലാദനെ പോലെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ അത്തരം നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മൾ ജനിച്ചാൽ ആ സാഹചര്യത്തിനെ മറികടന്നുകൊണ്ട് ആ സാഹചര്യത്തിന്റെ നിർബന്ധങ്ങളെ വലുതാക്കി കാണാതെ നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ജീവിതങ്ങളും ഈ വ്യക്തിത്വങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതായാലും ഈ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് വളരെയേറെ നന്ദി അറിയിക്കട്ടെ. ഇങ്ങനെ നാം ജനിക്കുന്ന സാഹചര്യങ്ങളും നാം പലപ്പോഴും ജീവിതത്തിൽ നേരിടുന്ന സാഹചര്യങ്ങളും, അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയും, ലൈഫ് ഇസ് ദി അൺഫോൾഡ്മെന്റ് ഓഫ് എ ബീയിങ് അണ്ടർ സർക്കംസ്റ്റാൻസസ് ടെൻഡിങ് ടു പ്രസ് ഇറ്റ് ഡൗൺ. അതായത് നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു ജീവിയുടെ ശ്രമമാണ് ജീവിതമെന്ന്. അപ്പോ അതുപോലെ അത് വേറൊരു സ്ഥലത്ത് പറയും, ഈ ട്രൈങ് ടു ക്ലൈംബ് അഡമന്റൈൻ വാൾസ് ഓഫ് ഡിഫിക്കൽട്ടീസ്, അതായത് ഒരിക്കലും മാറില്ല എന്നുള്ള പ്രയാസങ്ങൾ, അതുപോലത്തെ ഉള്ള മതിലുകളിനെ കേറി മതിൽ ചാടാനുള്ള പ്രയാസമാണ് അല്ലെങ്കിൽ മതിൽ ചാടാനുള്ള പ്രയത്നമാണ് ജീവിതം എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയും. അപ്പോ അത്തരം ഒരു ജീവിതം ആണെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിൽ ഈ മാതൃകകളുണ്ട്. ഒരു വ്യക്തി അസുര കുടുംബത്തിൽ ജനിച്ചാലും ഭക്തന്റെ മാതൃകാ പുരുഷനായി മാറാൻ പറ്റും. ഒരു വ്യക്തി അസുര കുടുംബത്തിൽ ജനിച്ചാലും രാജാവായി, 3 ലോകങ്ങളുടെ രാജാവായി, ആ ലോകങ്ങളുടെ രാജ ഓരോ വർഷവും അവരെ പ്രജയെ കാണാൻ വേണ്ടിയിട്ട്, അവർക്ക് സംരക്ഷണമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തും തന്നെ അനുവാദം ചോദിച്ചു വരുന്ന രാജാവായി മാറാൻ പറ്റും. അതുപോലെ തന്നെ വിശ്വാമിത്രൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, വിശ്വാമിത്രൻ ക്ഷത്രിയനായി ജനിച്ച് 25,000 വർഷം 25,000 വർഷം തപസ്സിരുന്ന് ബ്രാഹ്മണനായി ബ്രഹ്മഗുരുവായി മാറി. അങ്ങനെയും മാറാൻ പറ്റും. അപ്പൊ ഈ പാഠങ്ങളൊക്കെ, ഈ ജീവിതങ്ങളും ഈ ഗാഥകളൊക്കെ ഇതിന് നമുക്ക് പ്രേരണയാകട്ടെ. ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സാഫല്യം നേടാനുള്ള അവസരം സർവേശ്വരൻ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. താങ്ക് യു സ്വാമി, താങ്ക് യു. ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് മഹാബലിയുടെ കഥ പറഞ്ഞു തന്നതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനി ഓണപ്പാട്ട് പാടാനായിട്ട് ശ്രീ സൈനുദ്ദീൻ ഇടക്കാടിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സൈനുദ്ദീൻ എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലെന്ന് തോന്നുന്നല്ലേ? നമ്മുടെ അച്ഛൻ കയറിയുണ്ട്, അച്ഛനെ വിളിക്കാം അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി. സ്നേഹസംഗമത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമ്മുടെ സ്വാമി നമ്മളോട് പറഞ്ഞു തന്ന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമ്മുടെ സ്വാമി നമ്മളോട് പറഞ്ഞു തന്ന ഒരു നല്ല കഥയുണ്ട്. പലപ്പോഴും നമ്മൾ താഴ്ത്തപ്പെട്ടാലും നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം. ഒരു ദിവസമെങ്കിലും, നമ്മളെ പലപ്പോഴും തമാശയെങ്കിലും പറയുന്നത് പോലെ ഒരു ദിവസമെങ്കിലും നമുക്കൊരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറാകണം. പലപ്പോഴും നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകള്, ചവിട്ടി അമർത്തപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു ദിവസം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കണം. മഹാബലി ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നൊക്കെയാണ് ഐതിഹ്യം. എങ്കിലും ആ മഹാബലി തന്നെയാണ്, താഴ്ത്തപ്പെട്ട മഹാബലി തന്നെയാണ് പ്രജകളെ സന്ദർശിക്കുവാനായിട്ട് വരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഓണത്തിന് നമുക്കുള്ളത്. നമ്മൾ ഓരോരുത്തരും നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർത്തവ്യങ്ങളെ മാക്സിമം ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരുമായി തീരണം ഈ മഹാബലിയുടെ രൂപമായി മാറേണ്ടത്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളില് ഭിന്നശേഷിയാൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരൊക്കെ ആയിരുന്നാലും പലപ്പോഴും ഈ താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ വന്നാലും നമ്മളൊക്കെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതാണല്ലോ ദർശനയിലൂടെ നമ്മളൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് വരാനും
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഷൈൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു ചിന്ത തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത്. സ്വാമി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും താന്താങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയ കഴിവുകൾ മാക്സിമം ഡെവലപ്പ് ചെയ്യാനും അത് മറ്റുള്ളവർക്കായിട്ട് സമർപ്പിക്കുവാനും നമ്മൾ അതുവഴിയായിട്ട് സ്വയം ഒരു വിശദീകരണത്തിന് കാരണമായി തീരാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിനായിട്ട് ദർശന ക്ലബ് PRO ശ്രീ പിയൂസ് കോട്ടപ്പുറമിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഗ്രൂപ്പുകളിലെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കുകയും ഓരോ ഗ്രൂപ്പുകൾ നടത്തുന്ന പരിപാടിയിലും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ എല്ലാ ശനിയാഴ്ചയും സ്നേഹസംഗമം എന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് വേണ്ട വിശിഷ്ട വ്യക്തികളെയും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ടെത്തുവാനുള്ള അവസരം കൂടിയാണ് നമ്മൾ ഓരോ ആഴ്ചകളിലും ഓരോ ഗ്രൂപ്പുകൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഗ്രൂപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും ഗസ്റ്റുകളെ കണ്ടെത്താനുള്ള അവസരമുണ്ട്. നിങ്ങളൊക്കെ കണ്ടെത്തി വയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ സ്നേഹസംഗമം ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ സ്നേഹസംഗമം 1:30 ആരംഭിക്കുന്നത്. നമ്മൾ 1:10 മുതൽ ഈ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ 1:10 മുതൽ എല്ലാവർക്കും ഗൂഗിൾ മീറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 1:30 ഗൂഗിൾ മീറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒന്നെങ്കിൽ പാട്ട് പാടാവാം അല്ലെങ്കിൽ സംസാരിക്കാവാം. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എൻ്റെ പേര് എഴുതി വെക്കണം എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അത് പറയുന്ന വ്യക്തി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് അതൊരു അസ്വസ്ഥത പോലെയായിട്ട് തോന്നും. അതുപോലെ കേൾക്കുന്ന ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1:30 മുന്നേ ആരൊക്കെ കയറുന്നുണ്ടെങ്കിലും 1:30 കയറുക, അവരവരുടെ പേരുകൾ എഴുതി വെപ്പിക്കാൻ ശ്രമിക്കുക. 1:30 ശേഷം ആരും പ്രസംഗിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇനി ഇന്നത്തെ നന്ദി പറയുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തത് നമ്മുടെ ദർശന ഡാർഫ് ഫുട്ബോൾ ടീം. അവർ ഉയരം കുറവ് ഉണ്ടെങ്കിലും അവർ അറേഞ്ച് ചെയ്ത ഗസ്റ്റുകൾ ഇന്ന് വളരെ സമൂഹത്തിൻ്റെ മുഖ്യ ധാരയിൽ നിൽക്കുന്ന വിവിധ മേഖലകളിലുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡാർഫ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് ഇന്ന് സാധിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇന്നത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ഡാർഫ് ഫുട്ബോൾ ഗ്രൂപ്പിനെ പ്രത്യേകം ഈ സമയം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ ഗസ്റ്റുകളെ കണ്ടെത്താൻ സഹായിച്ച ഡാർഫ് ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പർമാരെയും ഈ സമയം ഓർക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഈ ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി ഈ സമയം അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം പറയാനായി എത്തിയ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റും ക്ലബിൻ്റെ സെക്രട്ടറിയുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പ് CMA അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിൻ്റെ നന്ദി പറയാന ഈ വേളയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ കഠിന പ്രയത്നവും അതുപോലെ ഓരോ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതും വളരെ തിരക്കുകൾക്കിടയിലാണ് ഇന്ന് അച്ഛൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ തിരക്കുകൾക്കിടയിൽ എത്തിയ നമ്മുടെ സോളമച്ചനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
സൊസൈറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ ശ്രീരാമകൃഷ്ണ മിഷൻ മഠാധിപതി കോഴിക്കോട് സ്വാമി നരസിംഹാനന്ദ, നമ്മുടെ പൂർണ്ണാട്ടുകരയിലുള്ള ശ്രീരാമകൃഷ്ണ മഠാധിപതിയാണ് നമുക്ക് ഈ നരസിംഹാനന്ദ മഠാധിപതിയെ പരിചയപ്പെടുത്തി തരികയും ഇന്നത്തെ ഈ ഓണം ആഘോഷവേളയിലേക്ക് സ്വാമിയെ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നത്. ഓണം എന്ന കേരളീയരുടെ മഹാ ഉത്സവം എന്താണ് എന്ന് വളരെ വിശദമായി തന്നെ സ്വാമി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമ്മൾ പലപ്പോഴും ഓണം ആഘോഷിക്കും, അതിൻ്റെ ചരിത്രം നമുക്ക് അറിയാറ് പതിവില്ല, അറിയുന്നവരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് സ്വാമിയെ ഇന്നത്തെ ഈ ഓണാഘോഷവേളയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഓരോ ആഘോഷവേളയിലും ഓരോ സമൂഹത്തിൻ്റെ ആഘോഷവേളയിലും അതാത് സമൂഹത്തിൽപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൊണ്ടുവരുവാൻ ദർശന എന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് സ്വാമി നരസിംഹാനന്ദ മഠാധിപതിയെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത്. അദ്ദേഹം നല്ല മനസ്സോടെ ഇന്നലെ എന്നോട് എത്തിച്ചേരാമെന്ന് പറയുകയും ഇന്ന് ഓണത്തിൻ്റെ നല്ല രീതിയിലുള്ള കഥകളിലൂടെ നമ്മളെ അതിമനോഹരമായി അദ്ദേഹം നമ്മോട് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ ഈ പ്രോഗ്രാമിന് എത്തിച്ചേരുന്ന സ്വാമി നരസിംഹാനന്ദ മഠാധിപതിയെ എത്രയും സ്നേഹത്തോടെ ദർശന ക്ലബിൻ്റെ പേരിലും സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എത്തിച്ചേർന്ന വ്യക്തി കോർഡിനേറ്റർ, അതായത് മദ്യം കഴിക്കാതിരിക്കാൻ ക്ലാസ് കൊടുക്കുന്ന ഒരു സാറാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിയത്. ഈ സാറിനെ അറേഞ്ച് ചെയ്ത് ഈ സാറ് ഇരിങ്ങാലക്കുട ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ജിതിൻ NB, അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്കും നമ്മോട് ഒത്തിരി സമയം സംവദിച്ചതിനും തിരക്കുകൾക്കിടയിൽ എത്തിച്ചേർന്നതിനും അദ്ദേഹത്തിന് ദർശന ക്ലബിൻ്റെ പേരിലും സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി എത്തിയ മോട്ടിവേഷൻ ട്രെയിനറും മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തകയുമായ കമുറുനിസ കടാമ്പുഴ തിരക്കുകൾക്കിടയിലും വഴിവക്കലിരുന്നു കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മോടൊപ്പം ഈ സ്നേഹസംഗമത്തിൽ മേഡം പങ്കെടുക്കുകയും ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മേഡത്തിന് ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിക്കാനായി എത്തിയ ജനഹൃദയങ്ങളിൽ ഓർക്കപ്പെടുന്ന മലയാള സിനിമാ താരം അതായത് മൈ നെയിം ഈസ് അഴകൻ എന്ന സിനിമയിലെ മുഖ്യ വേഷം തന്നെ അവതരിപ്പിച്ച ശ്രീ ബിനു തൃക്കാക്കരയാണ് നമ്മോടൊപ്പം ഇന്ന് സമയം ചെലവഴിച്ചത്. വളരെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, കഥ എഴുതുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്ന ശ്രീ ബിനു തൃക്കാക്കരയെ ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സ്നേഹസംഗമം വളരെ പ്രാർത്ഥനയോടെ അവതരിപ്പിച്ച, പ്രാർത്ഥന ചൈതന്യം വളരെ വലുതാണ് ഓരോ പ്രോഗ്രാമിൻ്റെയും, അത് വളരെ മനോഹരമായി അവതരിപ്പിച്ച ശ്രീ ജോസഫ് ആലപ്പുഴയെ ഈ സമയം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്ത ശ്രീ ധനീഷ് ഇരിങ്ങാലക്കുട ഡാർക്ക് ഫുട്ബോൾ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് ദർശന ക്ലബിൻ്റെ പേരിലും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ജോസേട്ടൻ്റെ അഭാവത്താൽ വളരെ ചുറുചുറുക്കോടുകൂടി ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ സിസ്റ്റർ കരുണ സിസ്റ്ററിനെ ദർശന ക്ലബിൻ്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ പേരിലും
പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ ഇത്രയും സമയം ഈ പ്രോഗ്രാം ആസ്വദിക്കുകയും ഈ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അയ്യോ സോറി. ഇന്നത്തെ പ്രോഗ്രാം അതിഗംഭീരമായി ആങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുമാരി സിമിൽ സെബാസ്റ്റ്യനെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു ബീസേട്ടാ, താങ്ക് യു. എല്ലാവർക്കും ഒത്തിരി നന്നായിട്ട് നന്ദി അറിയിച്ച എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ വന്നു. അപ്പൊ ഇന്ന് എനിക്കൊരു ആദരവുണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് വന്നു. ഇതെനിക്ക് കിട്ടും. ചേച്ചി. അത് കൊള്ളാം. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കയറിയത് ഓടിയിട്ട്. പാട്ടൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോസ് എന്നാലാണ് വേഗം എഡിറ്റിങ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഫോട്ടോ നേരം വൈകി എഡിറ്റിങ് അതിന് നേരം വൈകും. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവരും പങ്കെടുത്ത ആങ്കറിങ്, പ്രാർത്ഥന, സ്വാഗതം, നന്ദി. പിന്നെ വിശിഷ്ട വ്യക്തികളുടെ ഫോട്ടോകൾ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ എത്രയും വേഗം ഇട്ടുതരും. ഇന്ന് തന്നെ ഇടുക കേട്ടാ. ഓക്കെ. അപ്പൊ മീറ്റിംഗ് പിരിച്ചുവിട്ടാ പോവായിരുന്നു. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നമ്മുടെ 170ാമത് സ്നേഹസംഗമം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ശുഭരാത്രി, സുഖം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.